നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷാ ഏജൻസിയാണ്. അതായത് ആ സുരക്ഷാ ഏജൻസിക്ക് എന്തെങ്കിലും പിഴവ് പറ്റിപ്പോയാൽ അത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ആ സുരക്ഷാ ഏജൻസിയുടെ മറവിൽ ആരെങ്കിലും തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹത്തിന് സമാനമായ കാര്യം തന്നെയാണ്. പറഞ്ഞു വരുന്നത്, എൻഐയുടെ ഔദ്യോഗിക ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ പ്രവർത്തകർ തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുവൈറ്റിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ്. കുറച്ച് യുവാക്കൾ സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരു യുവാവിനെ ചോദ്യം ചെയ്തിരുന്നു. അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ആ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രവീൺ എന്ന് പറയുന്ന യുവാവിൻ്റെ ചെപ്പക്കുറ്റി നോക്കിയിട്ട് ഒരു അടി കൊടുത്ത വിഷയം വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് സംഘപരിവാർ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എന്നാൽ അത് ശരിയല്ല. അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്: സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന വ്യക്തി എന്ന് വളരെ വസ്തുതാപരമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. ഇനി അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാർത്തയുടെ താഴെയായിട്ട് ആ വാർത്ത കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇപ്പോഴുള്ള സംഭവം? ഞങ്ങളെപ്പോലെ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ ഒരു സ്ത്രീയും സംസാരിച്ചിരുന്നു. ആ സ്ത്രീ നവമാധ്യമങ്ങളിൽ നേരിട്ടത് വലിയ ഒരു ഭീഷണിയുടെ വെല്ലുവിളികൾ തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആ സ്ത്രീക്ക് എൻഐയുടെ ഔദ്യോഗിക നമ്പറിൽ നിന്ന് ഒരു കോള് വരികയാണ്. ആ കോള് വരുന്നു, ആ സ്ത്രീ അതിനോട് പ്രതികരിക്കുന്നു. ആ ഓഡിയോ റെക്കോർഡിംഗ് നമുക്കൊന്ന് കേൾക്കാം. Hello. This is calling from the office, my office. Okay. Tell me. Hello. Good morning, sir. Good morning. You just called me, and you said that you are calling from NIA. What is the matter? आप कहाँ से बोल रहे हैं मैडम? My name is Fijo Harris. I'm a media person from Kerala. What you want and what you want to know about me? Are you calling from NIA office? Wait. हाँ, yes. आप कोची ब्रांच का नंबर ले लीजिए, कोची ब्रांच से बात कर लीजिए मैडम. Why you calling me? Then why you calling me? കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ശബ്ദ സന്ദേശത്തിൽ ആ ഫോൺ കോൾ വ്യാജമാണെന്ന് ഇവിടെ തന്നെ തെളിയുന്നുണ്ട്. വിളിച്ച വ്യക്തിയോട് എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻഐ ഓഫീസിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായ വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വ്യക്തമായ വിവരങ്ങൾ നൽകാതെ അവർ പറയുന്നുണ്ട് കൊച്ചിയിലെ എൻഐ ഓഫീസുമായി ബന്ധപ്പെടൂ എന്ന്. തുടർന്ന് ഈ സ്ത്രീ കൊച്ചിയിലെ എൻഐ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചത് ആ ഫോൺ കോൾ വ്യാജം എന്നുള്ളതാണ്. എന്നാൽ അവർ പറയുന്നുണ്ട് ഈ നമ്പർ അത് എൻഐയുടെ ഔദ്യോഗിക നമ്പർ തന്നെയാണ് എന്ന് കൊച്ചിയിലെ എൻഐ ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട്. ആ ശബ്ദ സന്ദേശം കൂടി നമുക്ക് കേൾക്കാം. ഗുഡ് മോർണിംഗ് എൻഐ ഓഫീസ് കൊച്ചി. മോർണിംഗ് സാർ, എന്റെ പേര് ഫിജോ ഹാരിഷ് എന്നാണ്. സംഗതിയുടെ ഇത് മനസ്സിലായി. ഓക്കെ, എന്താണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടത്? ആക്ച്വലി ഈ നമ്പർ എൻഐയുടെ നമ്പറാണ്. പക്ഷെ ഇത് ലൂപ്പിംഗ് നടക്കുന്നുണ്ട് സാർ. കാരണം ഞാൻ അതിനകത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ഇപ്പുറത്ത് കോള് വരികയാണ് സെയിം നമ്പറിൽ നിന്ന്. അതെ ഇവർ ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? NIA പോലെയുള്ള ഒരു ഇത്രയും വലിയൊരു അന്വേഷണ ഏജൻസിയുടെ നമ്പറൊക്കെ ഇവർക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിലായോ? ഇതെന്താ സംഭവിച്ചെന്നുള്ളവരെ സെയിം നമ്പറിൽ നിന്നല്ലേ നിങ്ങൾ ഈ സെയിം നമ്പറിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സെയിം നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഫോണിലേക്ക് കോൾ. അതെ അത് രണ്ടിനും എവിഡൻസ് ഉണ്ട്. ഓക്കെ നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഓക്കെ താങ്ക് യു. ആ സ്ത്രീ ഈ വിഷയം നവമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചപ്പോൾ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട പഴയകാല കേസുകളുമായി ചിലർ വരികയാണ്. ആ കേസുകൾ ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ അതല്ല ഇവിടെ നിലവിലുള്ള വിഷയം. ആ സ്ത്രീ നിലവിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് ഒരു വ്യാജ ഭീഷണിക്കാണ്. ആ വ്യാജ ഭീഷണി വന്നിട്ടുള്ളത് ഒരു വ്യക്തിയിൽ നിന്നല്ല, മറിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ
ഔദ്യോഗിക നമ്പർ ദുരുപയോഗം ചെയ്തിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ ഫോൺ കോളിന് പിന്നിലുള്ള ആളുകൾ രാജ്യദ്രോഹികൾ തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ സ്ത്രീ എന്നേക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് എന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിന് പിന്നിലുള്ള സംഘപരിവാർ പ്രവർത്തകർക്ക് വിലങ്ങ് വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ താൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് ആ സ്ത്രീ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. രാജ്യത്തെ തീവ്രവാദികളെ കുറിച്ച്, ഭീകരവാദികളെ കുറിച്ച് സംസാരിക്കുന്ന സംഘപരിവാർ പ്രവർത്തകരെ, നിങ്ങൾ ഇപ്പോൾ ചെയ്തതും ഒരു തീവ്രവാദത്തിന് സമാനമായ കാര്യമാണ്. കാരണം ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയുടെ ഔദ്യോഗിക നമ്പർ ഇവിടെ ചൂഷണം ചെയ്യുകയാണ്. നിലവിൽ കുവൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച സംഘപരിവാർ പ്രവർത്തകർ ആകെ പെട്ടുകിടക്കുകയാണ്. അതിനിടയിൽ സത്യം തുറന്നു പറയുന്നവരെ എന്നെ ഇപ്പൊ പിടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആ സ്വരമുണ്ടല്ലോ, അത് മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.